സാമൂഹിക നവോത്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു മൗലവി ആജീവനാന്തം നടത്തിയത്. അപ്പോൾ സമൂഹത്തിന് നന്മ വരുത്തുന്ന, സമൂഹത്തിൽ സാമൂഹിക നവോത്ഥാനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു മാറ്റം വരുത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു മൗലവി ആജീവനാന്തം ജീവനുള്ള അത്രയും നാളുകളും നടത്തിയത്. സഹോദരൻ അയ്യപ്പനുമായി ഉറച്ച സൗഹൃദം പുലർത്തി. സഹോദരൻ അയ്യപ്പൻ ഇതുപോലെ തന്നെ സാമൂഹ്യ നവോത്ഥാവാണ്, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ആ അയ്യപ്പനുമായിട്ടും നല്ല സൗഹൃദം പുലർത്തി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘത്തിൻ്റെ ഒരു ശാഖ മൗലവിയുടെ ശ്രമമായി വക്കത്ത് ആരംഭിച്ചു. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ആ സഹോദര സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ശാഖ, ഒരു ബ്രാഞ്ച് മൗലവിയുടെ ശ്രമഫലമായിട്ടും വക്കത്ത് ആരംഭിച്ചു. വക്കം സത്യാഗ്രഹത്തെ തുടർന്ന് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ മൗലവി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഹിസ്റ്ററിക്കകത്തൊക്കെ പഠിച്ചു കാണുമായിരിക്കും. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മൗലവി അദ്ദേഹത്തെ സന്ദർശിക്കുകയും സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. ലേഖനങ്ങൾക്ക് പുറമെ ധാരാളം പുസ്തകങ്ങളും മൗലവി രചിച്ചു. അപ്പോൾ ലേഖനങ്ങൾ മാത്രമല്ല, ധാരാളം പുസ്തകങ്ങളും മൗലവി രചിക്കുകയും ചെയ്തു. സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു മൗലവി. മൗലവി അങ്ങനെ പത്രം നിലവിൽ വരുത്തുകയും സമൂഹത്തിലെ ആൾക്കാരുടെ എതിർപ്പിൻ്റെ ഫലമായി അത് കണ്ടുകെട്ടുകയും ചെയ്തു.